കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. ആറളത്ത് അതുകൊണ്ട് തന്നെ മലവെള്ളപ്പാച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ആറളത്ത് നിന്ന് അരുൺ പൂപ്പറമ്പ് കൂടി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. എന്താണ് കണ്ണൂരിലെ ആറളത്ത് പ്രശ്നം, പറയൂ. SKN ഇന്നലെ വൈകിട്ട് മുതൽ അതിശക്തമായ മഴയാണ് ഈ മലയോര മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഇരിട്ടി താലൂക്കിലെ ഈ ആറളം മേഖലയിൽ, കീഴ്പള്ളി ആറളം മേഖലയിലൊക്കെ ശക്തമായ മഴയാണ് പെയ്തുള്ളത്. ഞാനിപ്പോൾ ആറളം ഫാമിലെ ഒരു പുഴയുടെ തീരത്താണുള്ളത്, കക്കുവ പുഴയുടെ തീരത്താണുള്ളത്. നമുക്കിവിടെ ഈ പുഴയിലെ വെള്ളത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് നമുക്ക് കാണാം. അതിന് തൊട്ട് സമീപം ഒരു മരം ഇവിടെ ഒഴുകി വന്നതായും നമുക്ക് കാണാം. ഈ പാലം ഇന്നലെ രാത്രിയൊക്കെ പൂർണ്ണമായും മുങ്ങിയ നിലയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ രാവിലെ മഴക്കൽപ്പം ശമനം വന്നു. ഇവിടെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. 13-ാം ബ്ലോക്കിലും 11-ാം ബ്ലോക്കിലുമാണ് കാര്യമായ പ്രശ്നങ്ങളുണ്ടായി. ഇവിടെ പാലത്തിനൊക്കെ ഈ വെള്ളം കയറിയതിനെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് വ്യാപകമായി തന്നെ വെള്ളം കയറിയിരുന്നു ഇന്നലെ. മൊത്തം വെള്ളം കയറിയിരുന്നു, എല്ലാം വെള്ളം കയറിയുന്ന വീടുകളിലെല്ലാം വെള്ളം കയറിയിരുന്നു. പിന്നെ എത്ര വീടുകളിൽ വെള്ളം ഇത് താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളം കയറിയിരുന്നു. ഇതെല്ലാം താഴ്ന്ന പ്രദേശങ്ങളാണ്, നല്ല വെള്ളം കയറിയിരുന്നു. സമീപത്തെ പുഴയൊക്കെ കര കവിഞ്ഞൊഴുകുമായിരുന്നു. പുഴ ഫുള്ള് കര കവിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ കുറച്ച് ആശ്വാസം, രാവിലെ വെള്ളത്തിന് കുറച്ച് ആശ്വാസമുണ്ട്. പക്ഷേ കേടുപാടുകൾ സംഭവിച്ചതെല്ലാം അതേപടി തന്നെയുണ്ട്. എന്താണ് നിങ്ങളുടെ ഭാഗത്തൊക്കെ? അതെ, നമ്മുടെ ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിലായിരുന്നു. ഒരു വൈകുന്നേരം രാത്രി ഒരു 7 മണിയോടെ, 6:45 7 മണിയോടെയാണ് പിന്നെ രാവിലെ മുതലേ നല്ല അതിശക്തമായ മഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 7 മണിയോടെയാണ് പിന്നെ ഈ പ്രദേശം മുഴുവൻ പെട്ടെന്ന് ഉരുളുപൊട്ടി പ്രദേശത്ത് മൊത്തം വെള്ളം കയറിയത്. ഉരുളുപൊട്ടിയത് തന്നെയാണോ നിങ്ങൾ സംശയം? ഉരുളുപൊട്ടിയതാണെന്ന് പറഞ്ഞത്. ഇവിടെ ഈ ആറളം ഉൾവനത്തിൽ ഈ മേഖലയിൽ ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, വീടുകൾ ഇറങ്ങി തുടങ്ങിയെന്ന് പറഞ്ഞു. ചേച്ചി, എങ്ങനെ വീട്ടിലെല്ലാം വെള്ളം കയറിയോ? വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല. ഇതാ ഇവിടുന്ന് അവിടെ വീടിൻ്റെ തൊട്ടടുത്ത് വരെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ. പിന്നെ പറമ്പ് മുഴുവനും ഇടിഞ്ഞ് ഇങ്ങനെ പോയി. ഞങ്ങൾ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അത് ഈ തെങ്ങ് കാരണം അങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ പോയി. അല്ലാതെ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ വെള്ളപ്പൊക്കത്തിന് ഞങ്ങൾ പിന്നെ 4 വീട്ടുകാരുടെ കാര്യം പോക്കാം. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കരിങ്കൽ ഭിത്തി ഉണ്ടാക്കാതെ ഞങ്ങൾക്ക് ഇനി രക്ഷയില്ല. അങ്ങനെ ഇന്നലെ രാത്രിയാണ് രാത്രി 1 മണി കഴിഞ്ഞതിന് ശേഷം ഒരു ഭയങ്കരമായിട്ട് ഈ കടലിൻ്റെ ഇറുമ്പല പോലെ ഒരു ഇറുമ്പല കേട്ടു. അന്നേരമാണ് ഇപ്പോൾ രാവിലെ ഞങ്ങൾ നോക്കുമ്പോഴാണ് ഇതിൽ വെള്ളം കയറിയിട്ട് പോയത്. ഇവിടെ ആദ്യം തന്നെ കുറച്ച് പൊങ്ങി. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ അത് മുഴുവനും പോയിരിക്കുന്നതല്ലോ. പിന്നെ 13-ൽ അങ്ങനെ തന്നെ അവിടെയുള്ള ആൾക്കാരെ മുഴുവനും വേറെ മാറ്റി താമസിപ്പിച്ചെന്നാണ് പറയുന്നത്. 13-ാം ബ്ലോക്കിലും 11-ാം ബ്ലോക്കിലുമാണ് പ്രധാനമായും പ്രശ്നങ്ങൾ ഉണ്ടായത്. ആറളം, അതോടൊപ്പം തന്നെ ബാവലി പുഴകളാണ് കരകവിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അത് കൂടുതൽ ഉയർത്തുമെന്ന മുന്നറിയിപ്പ് കൂടെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പൂർണ്ണമായും തന്നെ അടച്ചിട്ടുണ്ട്. അങ്ങോട്ട് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോറികളുടെ പ്രവർത്തനം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ രാത്രിയാണ് വിവിധയിടങ്ങളിൽ വെള്ളം കയറിയത്. ഇപ്പോൾ രാവിലെ അല്പം വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നത് ആശ്വാസമാണ്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് അരുൺ പൂപ്പറമ്പയാണ്.